കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. രാജസ്ഥാൻ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മഹേന്ദ്രജിത് സിംഗ് മാളവ്യ ബിജെപിയിൽ ചേർന്നു. 4 തവണ കോൺഗ്രസ് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട മഹേന്ദ്രജിത് സിംഗ് മാളവ്യയുടെ രാജി രാജസ്ഥാൻ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. ജയ്പൂരിലെ BJP ഓഫീസിൽ വെച്ചാണ് മഹേന്ദ്രജിത് സിംഗ് അംഗത്വം സ്വീകരിച്ചത്. സംസ്ഥാന അധ്യക്ഷ മേധാവി CP ജോഷി, അരുൺ സിംഗ് മറ്റ് നേതാക്കളുമാണ് പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ഡൽഹിയിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ BJPയിൽ അംഗത്വമെടുത്തത്. ദക്ഷിണ രാജസ്ഥാനിലെ ഒരു വനവാസി മേഖലയാണ് വാഗാഡ്. അവരുടെ വികസനത്തിന് വേണ്ടിയാണ് താൻ BJPയിൽ ചേർന്നതെന്നാണ് MLA മാളവ്യ പറഞ്ഞത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും താൻ ഞായറാഴ്ച ഡൽഹിയിൽ വെച്ച് കണ്ടെന്നും പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം തന്നെ സ്വാധീനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാർട്ടി വിസമ്മതിച്ചതിൽ തനിക്ക് സങ്കടമുണ്ടെന്നും കോൺഗ്രസിനെ വിമർശിക്കുകയും അദ്ദേഹം ചെയ്തു. BJPയിൽ ചേരാനുള്ള ഒരേയൊരു കാരണം വാഗഡ് മേഖലയുടെ വികസനമാണ്. BJPക്ക് മാത്രമേ വികസനം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിന് കാഴ്ചപ്പാടില്ല. പിന്നെ ഞാൻ എങ്ങനെ കോൺഗ്രസിൽ നിന്നും MLA ആയി തുടരും? മഹേന്ദ്രജിത് സിംഗ് മാളവ്യ പറഞ്ഞു. തികഞ്ഞ അർപ്പണബോധത്തോടെയാണ് ഞാൻ BJPയിൽ ചേരുന്നതെന്നും പാർട്ടി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. BJPക്കും മോദിക്കുമല്ലാതെ ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 2008 മുതൽ MLA ആയാണ് മഹേന്ദ്രജിത് സിംഗ് മാളവ്യ. 2008 മുതൽ 2013 വരെയും 2021 മുതൽ 2023 വരെയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്നു അദ്ദേഹം. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതും കോൺഗ്രസിൽ നിന്നും നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് എത്തുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.